ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്കിൻ ബാരിയർ ഡാമേജ് ആവുന്നതിനെ പറ്റിയിട്ടും അതെങ്ങനെ റിപ്പയർ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അതിനു മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. അപ്പോൾ ഈ ചാനൽ കയറി നോക്കിക്കഴിഞ്ഞാൽ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ വീഡിയോസ് ഒക്കെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് എന്താണ് സ്കിൻ ബാരിയർ നോക്കാം. നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, അതായത് പുറത്തുനിന്നുള്ള ബാക്ടീരിയാസ്, അതല്ലെങ്കിൽ പൊല്യൂഷൻസ്, സൺലൈറ്റ്, ഇതൊക്കെ നമ്മുടെ സ്കിന്നിലോട്ട് എത്തുന്നതിന് തടയാനായിട്ട് ഒരു ബാരിയർ നമ്മുടെ സ്കിന്നിലുണ്ട്. അതിനെയാണ് നമ്മൾ സ്ട്രാറ്റം കോർണിയം എന്ന് പറയുന്നത്. അതൊരു മതിൽക്കെട്ട് പോലെ. ഇതൊരു പരിധി വരെ നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സാധനമാണ്. ഇത് കോംപ്രമൈസ് ആവും, അതായത് ഇത് ഡാമേജ് ആയിട്ട് ഇത് എന്ത് പണിയാണോ ഇത് എടുക്കാനുള്ളത് അത് ചെയ്യാണ്ടാവുന്ന ആ ഒരു കണ്ടീഷനാണ് നമ്മൾ സ്കിൻ ബാരിയർ ഡാമേജ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു നമ്മൾ സാധാരണ മുഖത്ത് വെള്ളം നനയ്ക്കുമ്പോഴോ അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ഫേസിൽ ഇടുമ്പോഴോ അത് എരിയാനും പുകയാനും തുടങ്ങും. അതുകൂടാതെ നമ്മുടെ ഫേസ് നമ്മൾ നോർമലി അധികം റെഡിഷ് അങ്ങനെ റെഡ് കളർ ഒന്നും വരാത്ത ഫേസിൽ പെട്ടെന്ന് റെഡ് കളറും അതുപോലെ പൊരിഞ്ഞിളവുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. പിന്നെ നമ്മൾ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്താലും ഫേസ് നല്ല രീതിയിൽ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഹൈഡ്രേഷൻ സ്കിന്നിന് കൊടുത്താലും സ്കിൻ പെട്ടെന്ന് ടൈറ്റ് ആവുന്നതായിട്ടും അല്ലെങ്കിൽ സ്കിന്നിൽ ഒരു ഡ്രൈനെസ് വരുന്നതായിട്ടും നമുക്ക് ഫീൽ ആയി തുടങ്ങും. പിന്നെ നമ്മുടെ സ്കിൻ പെട്ടെന്ന് ഡള്ളായിട്ട് നല്ല രീതിയിൽ ഡള്ളായിട്ട് മാറുന്നതും ഒരു ഭാഗമാണ് ഈ സ്കിൻ ബാരിയർ ഡാമേജ് ആവുന്നത്. പിന്നെ അതല്ലാണ്ട് പെട്ടെന്ന് ഒരുപാട് ആക്നെ ബ്രേക്ക്ഔട്ട്സ്, പിന്നെ സ്കിൻ പെട്ടെന്ന് സെൻസിറ്റീവ് ആവും. അതായത് നമുക്ക് ഒരു രീതിയിലും പുറത്തോട്ട് സൺലൈറ്റിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്ത ഒരു രീതി വരെ വരുന്ന ആ ഒരു കണ്ടീഷനാണ് നമ്മൾ സ്കിൻ ബാരിയർ ഡാമേജ് ആയി എന്ന് പറയുന്നത്. ഇത് ഒരുപാട് ഫാക്ടേഴ്സ് കൊണ്ട് ഈ സ്കിൻ ബാരിയർ ഡാമേജ് ആവും. ഇനി അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്കിൻ ബാരിയർ ഡാമേജ് ആവാൻ പ്രധാനമായിട്ട് നമുക്ക് 8 റീസൺസ് പറയാം. അതിൽ ഒന്നാമത്തെ റീസൺ ആണ് നമ്മൾ ടൂ മച്ച് ആയിട്ട് സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമ്മൾ കെമിക്കൽ എക്സ്ഫോളിയേഷൻ എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നത് AHAs BHAs ആണ്. അതായത് സാലിസിലിക് ആസിഡ് BHA വരുന്ന അല്ലെങ്കിൽ AHAs വരുന്ന ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, മെന്റലിക് ആസിഡ്, ഇതെല്ലാം നമ്മുടെ സ്കിന്നിന് യൂസ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. പർട്ടിക്കുലർ കോൺസെൻട്രേഷനിൽ യൂസ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. അത് ഓവർ ആകുമ്പോൾ, എക്സാമ്പിൾ പറയാൻ, ഈ സാലിസിലിക് ആസിഡ് 2% നമ്മൾ പറയും വീക്കിലി. ഓയിലി സ്കിൻ ആണെങ്കിൽ നമുക്ക് വീക്കിലി ത്രൈസ് യൂസ് ചെയ്യാം മാക്സിമം. നോർമൽ സ്കിൻ ആണെങ്കിൽ വീക്കിലി വൺസോ അത്രയൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് മാറ്റിയിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ആഴ്ചയിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിലൊക്കെ നമ്മുടെ സ്കിന്നിന് ടോളറേറ്റ് ചെയ്യുന്നതിന് എബോ നമ്മൾ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവും. അതല്ല, അതായത് നമ്മുടെ സാലിസിലിക് ആസിഡ് എന്ന് പറയുന്ന ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഇത് കാരണം നമ്മുടെ സ്കിന്നിന്റെ ഓയിൽ ഒരുപാട് ഡൗൺ ആവും. അത് കാരണം നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവും. ഗ്ലൈക്കോളിക് ആസിഡിന്റെ കേസിൽ വരുമ്പോൾ അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡിന്റെ കേസിൽ വരുമ്പോൾ ഡിസൈർ കോൺസെൻട്രേഷൻ ഉണ്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട്. അത് എപ്പോഴും 1%, 2% ഒക്കെ ഉള്ളതാണ്. അത് മാറ്റിയിട്ട് നമ്മളൊരു 5% എബോ ഉള്ള എക്സ്ഫോളിയേറ്റിംഗ് ഗ്ലൈക്കോളിക് ആസിഡ് ഒക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവും. കാരണം നമ്മുടെ പ്രൊട്ടക്റ്റീവ് ലെയർ നശിച്ചു പോകും. അതുപോലെയാണ് ലാക്റ്റിക് ആസിഡിന്റെയും മെന്റലിക് ആസിഡിന്റെയും കാര്യം വരുമ്പോൾ. അപ്പോൾ ഇതൊന്നും ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങളല്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓവർ ആയിട്ട് അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവും. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ ഇത് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യും. അത് കാരണം നമ്മുടെ സ്കിൻ പെട്ടെന്ന് ഡ്രൈ ആവും. പിന്നെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ സ്ട്രാറ്റം കോർണിയം ഉണ്ടാക്കുന്ന ആ ലിപ്പിഡ് ലെയർ ഇല്ലേ, നമ്മൾ ലേയേഴ്സിനെല്ലാം നമ്മുടെ സ്കിൻ ബാരിയറിനെ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നെ പിടിച്ചിടുന്ന ലിപ്പിഡ് ലെയർ, പ്രോട്ടീൻ, ഈ പറയുന്ന സാധനങ്ങളെല്ലാം നശിച്ചു പോകാനായിട്ട് തുടങ്ങും. അത് കാരണം നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാണ്ട് വരും. അത് കാരണം നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവും. അല്ലാത്ത എക്സ്ഫോളിയേറ്റിംഗ് സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്കൽ സ്ക്രബ്, അതായത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഹാർഷ് സ്ക്രബുകളില്ലേ, അത് മൈക്രോ പാർട്ടിക്കിൾസ് ഉള്ള സ്ക്രബ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഫിസിക്കൽ സ്ക്രബിങ് ഇൻസ്ട്രുമെന്റ്സ് ആയിക്കോട്ടെ, നമ്മുടെ ഈ ഫേസ് വാഷിന്റെ കൂടെ കിട്ടുന്ന ബ്രഷസ്, അല്ലെങ്കിൽ ഫേസ് വാഷ് ചെയ്യാൻ കിട്ടുന്ന ബ്രഷസ്, അല്ലെങ്കിൽ ലോഫോ പോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിനെ അത് ഡാമേജ് ചെയ്യും. കാരണം ആ ഔട്ടർ മോസ്റ്റ് ലെയറിന് ഇത് നശിപ്പിക്കും. ഇത് കാരണം നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമത്തെ റീസൺ എന്ന് വെച്ചാൽ ഹാർഷ് ആയിട്ടുള്ള ക്ലെൻസേഴ്സ്. അതായത് നമ്മുടെ സ്കിന്നിന് ഒരു നോർമൽ pH ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സ്കിന്നിന്റെ pH എന്ന് പറയുന്നത് 4.5 to 5.5 അതായത് ഒരു സ്ലൈറ്റ്ലി ആസിഡിക് നേച്ചറിലുള്ള സ്കിന്നാണ് നമുക്കുള്ളത്. അത് മാറ്റിയിട്ട് നമ്മുടെ ഹൈ pHലുള്ള, അതായത് ന്യൂട്രൽ കഴിഞ്ഞിട്ട് 7 കഴിഞ്ഞിട്ട് ഹൈ pHലുള്ള, അതായത് ആൽക്കലൈൻ നേച്ചറിലുള്ള ഫേസ് വാഷസ് അല്ലെങ്കിൽ സോപ്പുകൾ നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന്റെ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ആവും. അത് കാരണം നമ്മുടെ സ്കിന്നിനകത്തുള്ള ലിപ്പിഡ് ബാരിയർ, അതുപോലെ തന്നെ പ്രോട്ടീൻസ്, ഇതെല്ലാം നശിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇത് കാരണം നമ്മുടെ സ്കിന്നിൽ ഹൈഡ്രേഷൻ കീപ്പപ്പ് ആവാതെ നമ്മുടെ സ്ട്രാറ്റം കോർണിയം അവിടെ പിടിച്ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. സ്ട്രാറ്റം കോർണിയം നശിച്ചു പോകും. കാരണം ലിപ്പിഡ് ലെയർ ഒക്കെ പോയല്ലോ, അത് കാരണം സ്ട്രാറ്റം കോർണിയം നശിച്ചു പോകും. മൂന്നാമത്തെ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ട് സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാത്തത്. അതെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്കിൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട്
സ്കിൻ വാഷ് ചെയ്തിട്ട് അത് നമ്മൾ അങ്ങനെ തന്നെ വിടുമ്പോഴത്തേക്ക് സ്കിന്നിനകത്തുള്ള ഓയിൽ നമ്മൾ സ്ട്രിപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞല്ലോ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സ്കിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിലും കൂടെ നമ്മൾ എടുത്ത് കളഞ്ഞു. എന്നിട്ട് നമ്മൾ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാതെ സ്കിൻ ഡ്രൈ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിന് ആ ഒരു ഹൈഡ്രേറ്റ്, നമ്മുടെ സ്കിൻ നിൽക്കണമെങ്കിൽ നമുക്ക് ഹൈഡ്രേഷൻ വേണം. ആ ഹൈഡ്രേഷൻ അവിടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. പിന്നെ നമ്മൾ പ്രത്യേകിച്ചും ഇത് വരുന്നത് നോർമൽ ടു ഡ്രൈ സ്കിൻകാർക്കാണ്. നിങ്ങൾക്ക് പിന്നെ സ്കിന്നിന് ആ ഒരു ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ടൊന്നും ഇല്ലാത്ത കാരണം നമ്മുടെ സ്കിന്നിൽ ക്രാക്ക് ആയിട്ട് നമ്മുടെ ലിപ്പിഡ് ലെയറിന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റാണ്ടാവും. അത് കാരണം നമ്മുടെ സ്ട്രാറ്റം കോർണിയം നശിക്കും, നമ്മുടെ സ്കിൻ ബാരിയർ നശിക്കും. ഇത് ഇന്ന് ചെയ്ത് നാളെ നശിക്കുമെന്നല്ല, ഓവർ ദ ടൈം ആണ് പ്രത്യേകിച്ചും ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാത്തതും ഹാർഷ് കെമിക്കൽസ് കാരണം ഒക്കെ ഉണ്ടാവുന്നത്. എക്സ്ഫോളിയേഷൻ നടത്തുമ്പോൾ കുറച്ചുകൂടെ നേരത്തെ നമുക്ക് സ്കിൻ ബാരിയർ നശിക്കുമെങ്കിൽ ഹാർഷ് ഫേസ് വാഷും അതുപോലെ മോയ്സ്ചറൈസേഴ്സിന്റെ കാര്യം കുറച്ചും കൂടെ ടൈം എടുക്കും. എന്ന് വെച്ചാൽ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ കെമിക്കൽ നമ്മൾ ഓവർ എക്സ്ഫോളിയേഷൻ നമുക്കൊരു 2 ആഴ്ചക്ക് കിട്ടുകയാണെങ്കിൽ ഫേസ് വാഷും മോയ്സ്ചറൈസറും നമുക്കൊരു 3 ആഴ്ചയിൽ കിട്ടത്തുള്ളൂ. അടുത്ത 4മത്താണ് സൺറേസ്. അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ സ്കിന്നിനെ നശിപ്പിക്കാനായിട്ട് നമ്മുടെ UV റേസിന് പറ്റും. പ്രത്യേകിച്ച് UVA, UVB റേസ്, പിന്നെ നമ്മുടെ സൺറേസിൽ നിന്ന് വരുന്ന ഫ്രീ റാഡിക്കൽസ്. ഇതെല്ലാം നമ്മുടെ സ്കിന്നിനെ പെട്ടെന്ന് നശിപ്പിച്ച് കളയും. അതായത് ഫ്രീ റാഡിക്കൽസ് വന്നിട്ട് നമ്മുടെ സ്കിന്നിന്റെ കൊളാജൻ നശിപ്പിക്കും. UVA, UVB റേസ് നമ്മുടെ സ്കിന്നിനകത്തുള്ള മെലാനിൻ അനാവശ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമാക്കും. കാരണം ടാനിങ് എന്നുള്ള ഒരു മെക്കാനിസം വരും. അത് കാരണം ഓവർ ദ ടൈം നമ്മുടെ സ്കിൻ ബാരിയർ നശിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. 5മത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ആക്റ്റീവ്സ്, അതായത് വിറ്റാമിൻ സി, റെറ്റിനോൾ, അതുപോലെ തന്നെ നമ്മൾ HA, BHAs, അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ബെൻസോയിൽ പെറോക്സൈഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത്, അങ്ങനത്തെ, അല്ലെങ്കിൽ അസലിക് ആസിഡ് ആണെങ്കിൽ സ്ട്രോങ് കോൺസെൻട്രേഷൻ, ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ആക്റ്റീവ്സ് ആണ്. ഇതെല്ലാം ഒരുമിച്ച് നമ്മുടെ സ്കിൻ കെയർ അറ്റ് എ ടൈം യൂസ് ചെയ്യുമ്പോൾ അതെല്ലാം ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ സ്കിന്നിന് ഒരുമിച്ച് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റില്ല. വിറ്റാമിൻ സി ഒരു 20% അല്ലെങ്കിൽ 10%, ഒരു റെറ്റിനോൾ നിങ്ങൾ ഒരുമിച്ച് യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ട് ഡിഫറെന്റ് ബോട്ടിൽ നിങ്ങൾ ഒരുമിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സാധനത്തിന്റെ pH ബാലൻസ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് കാരണം നമ്മുടെ സ്കിൻ ഡ്രൈ ആവുകയും നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവുകയും ചെയ്യും. കാരണം ലിപ്പിഡ് ബാരിയർ ഡാമേജ് ആവും, അപ്പൊ നമ്മുടെ സ്കിൻ ഡെഫിനറ്റ്ലി ഡാമേജ് ആവും. അതുപോലെയാണ് AHAസും BHAസും. BHAs അറ്റ് എ ടൈം ഒരു ബോട്ടിൽ കെമിക്കൽ പീൽ പോലെ കിട്ടുമ്പോഴല്ലാണ്ട് നമ്മൾ ഡിഫറെന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ആ ഒരു pH ബാലൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം എപ്പോഴും നമ്മുടെ സ്കിന്നിന്റെ pH 4.5 to 5.5 നിൽക്കണം. അപ്പൊ ഇത്ര ആക്റ്റീവ്സ് നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു pH ബാലൻസ് നമ്മുടെ സ്കിന്നിൽ നിർത്താനായിട്ട് പറ്റില്ല. അത് കാരണം നമ്മുടെ സ്കിന്നിന്റെ pH നഷ്ടപ്പെടുകയും pH ഭയങ്കരമായിട്ട് 4.5 നിന്ന് ഒരുപാട് താഴ്ന്നു വരികയും ചെയ്യും. അത് കാരണം നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവുകയും ചെയ്യും. സത്യമാണ്, നമ്മുടെ സ്കിന്നിന്റെ pH നമ്മൾ 4.5 ഇതൊരു അസിഡിക് നേച്ചറിലുള്ള pH ബാലൻസ് ചെയ്യുക എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിൽ നിന്ന് താഴോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ ബേൺ ആവും. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ലെമൺ ജ്യൂസ് നമ്മുടെ ഫേസിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു എരിച്ചിൽ വരത്തില്ല. കാരണം ലെമണിന്റെ pH 2 ആണ്. അപ്പൊ അത് നമ്മൾ നാരങ്ങ വെള്ളം പിഴിയാനായിട്ട് ചില സമയത്ത് കൈ കൊണ്ട് പിഴിയുമ്പോൾ പോലും നമ്മൾ പുറത്തോട്ട് വീഴുമ്പോൾ നമുക്ക് ഒരു എരിച്ചിൽ വരത്തില്ലേ. ഇതിനെ കാരണം വെച്ചാൽ ആ ഒരു pH ബാലൻസ് ഡിഫറൻസ് നമ്മുടെ സ്കിന്നിൽ തട്ടുന്നതുകൊണ്ടാണ്. അതുപോലെ നമ്മൾ ഇത്രയും ആസിഡ്സ് നമ്മുടെ സ്കിന്നിൽ അറ്റ് എ ടൈം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിന്റെ pH ബാലൻസ് ചേഞ്ച് ആവും. അത് കാരണം നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ചാൻസ് അല്ല, ഡെഫിനറ്റ്ലി നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവും. എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊന്നും യൂസ് ചെയ്തുകൂടാ എന്നല്ല, അറ്റ് എ ടൈം ഒരുമിച്ച് യൂസ് ചെയ്തുകൂടാ. വിറ്റാമിൻ സി യൂസ് ചെയ്യുമ്പോൾ റെറ്റിനോൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ വിറ്റാമിൻ സി യൂസ് ചെയ്യുമ്പോൾ HAസും BHAസും അവോയ്ഡ് ചെയ്യുക. വിറ്റാമിൻ സി യൂസ് ചെയ്യുമ്പോൾ ബെൻസോയിൽ പെറോക്സൈഡ് അവോയ്ഡ് ചെയ്യുക അറ്റ് എ ടൈം. അതുപോലെ തന്നെ റെറ്റിനോൾസും വെച്ചാൽ നിങ്ങൾ ആ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ നടത്തിയാൽ മതി. ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഒരുമിച്ച് ഒരേ സമയം യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എക്സ്പെഷ്യലി വിറ്റാമിൻ സി, റെറ്റിനോൾ, HA, BHA, ബെൻസോയിൽ പെറോക്സൈഡ് പോലെയുള്ള സാധനങ്ങൾ ഒരിക്കലും ഒരുമിച്ച് ഒരേ സമയം യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിക്സ് ചെയ്യാനായിട്ട് പാടില്ല. ഫേസ് വാഷ് ചെയ്യുമ്പോൾ വേറെ, അല്ലാണ്ട് സിറം, ടോണർ, മോയ്സ്ചറൈസറിന്റെ ഫോമിൽ ഇതൊക്കെ ഒരുമിച്ച് യൂസ് ചെയ്യും നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്ത 6th കണ്ടീഷനാണ് ഫ്രീക്വന്റ് ആയിട്ടുള്ള ഫേസ് വാഷ്. ഇത് ഏറ്റവും കൂടുതൽ വരുന്ന ഓയിലി സ്കിൻകാർക്കാണ്. കാരണം നമ്മുടെ ഫേസ് പെട്ടെന്ന് ഓയിലി ആവുമ്പോൾ നമ്മൾക്ക് അത് പെട്ടെന്ന് കഴുകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. നോർമലാണ്, ഞാനും ഒക്കെ ടീനേജിന്റെ ടൈമിൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇതിപ്പോ ഞാൻ പറയുന്നത് പെട്ടെന്ന് നമ്മൾ പുറത്തു പോയി നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒന്ന് ഫേസ് വല്ലപ്പോഴും കഴുകുന്ന അതല്ല. ഇത് ഫ്രീക്വന്റ് ആയിട്ട് ഡെയിലി അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത് റിച്വൽ പോലെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസിൽ നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ അത് ഡിസ്റ്റർബ് ചെയ്യും. കാരണം ഇപ്പൊ എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ സ്കിൻ ഓയിലി ആവുന്നു എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് ഒരു തെറ്റിദ്ധാരണയായിട്ട് നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ഇനഫ് ഓയിൽ ഉണ്ടാവുന്നില്ല അല്ലെ. അപ്പൊ അത് കാരണം സ്കിൻ ഇങ്ങനെ അഡീഷണൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇത് ഫേസ് വാഷ് വെച്ച് അല്ലെങ്കിൽ വെള്ളം കൊണ്ട് ഇരുന്ന് കഴുകി കളയുമ്പോൾ
നമ്മുടെ സ്കിൻ വീണ്ടും ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് എക്സസീവ് ആയിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് വരും. അപ്പൊ അത് കാരണം നമ്മുടെ സ്കിൻ വീണ്ടും വീണ്ടും ഡാമേജ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൂടാതെ നമ്മൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിൽ സ്ട്രിപ്പ് ഔട്ട് ചെയ്തുകൂടെ കളയുമ്പോൾ ഒരു പെർട്ടിക്കുലർ പീരീഡ് നമ്മുടെ സ്കിൻ ഡ്രൈ ആവുകയാണ് ചെയ്യുന്നത്. ഓവർ ദ ടൈം നമ്മുടെ സ്കിൻ അനാവശ്യമായിട്ട് ഡ്രൈ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മൾ എപ്പോഴും ഫേസ് വാഷ് ചെയ്യുമ്പോൾ എക്സ്പെഷ്യലി മെയിൻ ആയിട്ട് ഇപ്പൊ അധികം ഡ്രൈ സ്കിൻകാരൊക്കെ ആണെങ്കിൽ ഫേസ് വാഷ് ഒരു ടൈം യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഓയിലി കോമ്പിനേഷൻ സ്കിൻ, ആക്നെ പ്രോൺ സ്കിൻ ഒക്കെ ആണെങ്കിൽ 2 പ്രാവശ്യം യൂസ് ചെയ്യുക. അതിനപ്പുറത്തോട്ട് നമ്മുടെ ഫേസ് വാഷ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഒരാൾ ജനറൽ ആയിട്ട് നമ്മുടെ ഫേസ് 2 പ്രാവശ്യം കഴുകിയാൽ മതി. ഓക്കെ. ഇത് കൂടാതെ ചില ആൾക്കാർ ചൂടുവെള്ളം വെച്ച് മുഖം കഴുകുന്ന ആൾക്കാർ എനിക്ക് പേഴ്സണലി വരെ അറിയാം. അത് റീസൺ എന്തെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ചൂടുവെള്ളം കൊണ്ട് ഫേസ് വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിന്റെ ഓയിൽ പെട്ടെന്ന് സ്ട്രിപ്പ് ഔട്ട് ആവും. അത് എക്സാമ്പിൾ എങ്ങും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ തടവി വെച്ചിട്ട് ആ തടവി എണ്ണ മാറാനായിട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കും. പെട്ടെന്ന് എണ്ണ കുറച്ചുകൂടെ സാധാ വെള്ളം കൊണ്ട് കഴുകുന്നേക്കാളും സ്പീഡായിട്ട് ചൂടുവെള്ളം വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആ എണ്ണ പോകത്തില്ലേ. എക്സാക്ട്ലി സെയിം ആണ് നമ്മുടെ ഫേസ് ഓയിലിൽ നടക്കുന്നത്. പെട്ടെന്ന് നമ്മുടെ ഫേസിൽ ഓയിൽ ചൂടുവെള്ളം വെച്ച് കഴിയുമ്പോൾ അത് പോകും. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള നാച്ചുറൽ ഓയിൽ സ്ട്രിപ്പ് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഓയിലി സ്കിൻ ആയിക്കോട്ടെ, നോർമൽ സ്കിൻ ആയിക്കോട്ടെ, ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ, എന്ത് സ്കിന്നായാലും നമ്മുടെ നാച്ചുറലി നമ്മുടെ സ്കിന്നിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിൽ നമ്മുടെ സ്കിന്നിൽ വേണം. അത് എക്സസീവ് ആകുമ്പോൾ നോർമലി ഒരു അളവുണ്ടല്ലോ, അതിൽ കൂടുമ്പോഴാണ് നമുക്ക് അത് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ മോയിസ്ചറൈസേഴ്സും അല്ലെങ്കിൽ സാലിസിലിക് ആസിഡും ഒക്കെ അതിന്റെ യൂസ് ചെയ്യേണ്ട രീതിയിൽ യൂസ് ചെയ്യുന്നത്. അതല്ലാത്ത പക്ഷം നമ്മൾ നാച്ചുറൽ ആയിട്ട് ഒരു തരത്തിൽ നമ്മുടെ ഓയിൽ സ്കിന്നിൽ കീപ്പപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിൻ ബാരിയർ ഡെഫിനറ്റ്ലി ഡാമേജ് ആക്കും. 7ാമത്താണ് എൻവയോൺമെന്റൽ സ്ട്രെസ്. ഇത് പർട്ടിക്കുലർലി നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. ഇതിന് ചെയ്യാൻ നമുക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ സ്കിൻ ബാരിയർ ഹെൽത്തി ആക്കി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം നമുക്കറിയാം നമുക്ക് പൊല്യൂഷൻ ഉണ്ട്, നമുക്ക് ഹോട്ട് വെതർ വരും, അതുപോലെ കോൾഡ് വെതർ വരും, അതല്ലെങ്കിൽ എന്താ പറയുന്ന സൺ ഡാമേജ് വരും. ഇതൊക്കെയെന്ന് വെച്ചാൽ എൻവയോൺമെന്റൽ സ്ട്രെസ്സുകളാണ്. ഇതിനെയൊക്കെ നമുക്ക് ഡസ്റ്റുകൾ ഉണ്ട്. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. പൊല്യൂഷൻ ഉണ്ടെങ്കിൽ മാസ്ക്, ഒരു ഓവർ പൊല്യൂഷൻ ആയിട്ടുള്ള സ്ഥലത്തോട്ട് പോകണമെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഫേസ് കവർ ചെയ്ത് മാസ്ക് ഇട്ട് പോവുക. നമ്മൾ ഹോട്ട് വെതർ അല്ലെങ്കിൽ കോൾഡ് വെതർ പോകുമ്പോൾ നമ്മുടെ സ്കിൻ എങ്ങനെ മാറുന്നോ അതനുസരിച്ച് സ്കിൻ കെയർ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് നമ്മൾ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതല്ല ഇപ്പൊ നിങ്ങൾ പുറത്തോട്ട് സണ്ണിന്റെ അടുത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് പുറത്തിറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. സ്കിൻ കെയർ നമ്മുടെ ആ ഒരു എൻവയോൺമെന്റ് അനുസരിച്ചിട്ട് നിങ്ങളുടെ സ്കിൻ കെയർ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഇതിനൊരു പ്രതിവിധി. അല്ലാത്ത പക്ഷം ഭയങ്കര ചൂടുള്ള സമയത്താണെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് സ്കിൻ വാഷ് ചെയ്യുക, ഹൈഡ്രേറ്റ് ചെയ്യുക ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്കിന്നിൽ ഡെഫിനറ്റ്ലി നമ്മുടെ സ്കിന്നിൽ അനാവശ്യമായിട്ടുള്ള പിമ്പിൾസ് വരും. ഭയങ്കര കോൾഡിലോട്ടാണെങ്കിൽ നമ്മുടെ സ്കിൻ പെട്ടെന്ന് ഡ്രൈ ആവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ കാരണം നമ്മുടെ സ്കിൻ്റെ ഓയിൽ പ്രൊഡക്ഷൻ എന്താ പറയുന്നത് കോംപ്രമൈസ് ആവുകയും അത് കാരണം നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്ത ലാസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് റൊസേഷ്യ അതല്ലെങ്കിൽ സോറിയാസിസ് ഇതുപോലത്തെ സ്കിൻ കണ്ടീഷൻസ് ഉള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി സ്കിൻ ബാരിയർ ഡാമേജ് ആണ്. ഇത് മെഡിക്കൽ കണ്ടീഷൻ ആണ്. ഇതിന് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രോപ്പറായിട്ട് ഡോക്ടറിനെ കണ്ടിട്ട് സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ള മെഡിക്കേഷൻസ് എടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു വഴി. സോ ഇതാണ് മെയിൻ ആയിട്ട് നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവാനുള്ള ഒരു കാരണം. ഇനി ഈ പെർട്ടിക്കുലർ ഗ്രൂപ്പുകാർ സ്കിൻ ബാരിയർ ഡാമേജ് ആക്കുന്നതെന്ന് വെച്ചാൽ സ്കിൻ വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്തിട്ടാണ്. അതായത് ഓതറൈസ്ഡ് അല്ലാത്ത ഇന്ത്യൻ ഗവൺമെന്റ് അപ്രൂവ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു അൺലേബിൾഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പേര് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്തിട്ടായിട്ടുള്ള സ്കിൻ വൈറ്റനിങ് ക്രീംസ് വാങ്ങി ഫേസിലിടുക എന്നുള്ളത് എവിടെയെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള ഹൈജീൻ മെക്കാനിസമോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടൊരു ലാബ് അപ്രൂവലോ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് കുറെ റാൻഡം ആയിട്ട് ക്രീമുകളും ഇൻഗ്രീഡിയൻസും വാങ്ങിച്ച് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഓവർ ദ ടൈം നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവും. ഇത് വേറെ രീതിയിലും അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൂടാതെ ഹൈഡ്രോക്വിനോണിൻ അടങ്ങിയ സ്കിൻ കെയർ മെഡിക്കേഷൻസ്, ട്രെറ്റിനോയിൻ അടങ്ങിയ സ്കിൻ കെയർ മെഡിക്കേഷൻസ് ഒക്കെ ഡോക്ടറിന്റെ അപ്രൂവൽ ഇല്ലാതെ വാങ്ങി ഫേസിൽ അത് പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ കെയർ എടുക്കാതെ സ്കിന്നിൽ യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവും. ഇത് മറ്റുള്ളതിൽ നിന്ന് എങ്ങനെ വ്യത്യാസം വരുന്നു എന്ന് വെച്ചാൽ ഒരു ടൈമിൽ നമ്മുടെ സ്കിൻ വെളുക്കാനായിട്ട് ഇത് റീസൺ ആവും. അതിനുശേഷം നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാത്തതിനപ്പുറം നമ്മുടെ സ്കിൻ തിൻ ആയിട്ട് വരും. നമ്മുടെ സ്കിന്നിലുള്ള കാപ്പിലറീസ് അതായത് ചെറിയ ചെറിയ റെഡ് ബ്ലഡ് പോകുന്ന ചെറിയ വെയിൻസ് നമുക്ക് പുറത്ത് അപ്പിയർ ചെയ്യാൻ തുടങ്ങും. ഹെയർ ഗ്രോത്ത് ഭയങ്കരമായിട്ട് സ്കിന്നിൽ വരും. അനാവശ്യമായിട്ടുള്ള പിമ്പിൾസ്, ഈ പ്രൊഡക്റ്റ് നിർത്താൻ പറ്റാത്ത അഡിക്ഷൻ പോലെ നമ്മുടെ സ്കിന്നിൽ ഒരു അഡിക്ഷൻ വരുന്ന പോലെ ഈ പ്രൊഡക്റ്റ് നിർത്തി അപ്പം മോക്കുരു വരും. ഇങ്ങനത്തെയൊക്കെ കണ്ടീഷനിലോട്ട് പോകും. ഒരു പെർട്ടിക്കുലർ പീരീഡ് വരെ നമ്മൾ വെളുത്തിട്ട് നേരെ നമ്മൾ കറക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. വെയിലത്ത് ഇറങ്ങാൻ പറ്റത്തില്ല, ഒരു പ്രൊഡക്റ്റും യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരെ നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവും. മറ്റുള്ള വെച്ചിട്ട് ഇതിന്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ മറ്റുള്ളത് വെച്ചിട്ട് മാറ്റാന്ന് വെച്ചാൽ മറ്റുള്ളത് നമുക്കൊരു
ഒരു പരിധി വരെ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. പക്ഷെ ഈ ഒരു ക്രൈറ്റീരിയയിലോട്ട് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ കെയർ എടുക്കേണ്ടി വരും. ചില സമയത്ത് നമുക്ക് മെഡിക്കൽ കെയർ വരെ എടുക്കേണ്ടതായിട്ടും വരും. അപ്പൊ ഈ കാര്യം കൂടെ അഡ്രസ് ചെയ്യണമെന്നുണ്ട്. കാരണം ഞാൻ കേട്ടിട്ടുള്ള മെജോറിറ്റി ഓഫ് ദി ആൾക്കാരിലും, അതായത് ഒരു 50 എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 20-25% ഓഫ് ആൾക്കാരും പറയുന്നത് ഇങ്ങനെ പ്രൊഡക്റ്റ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് സ്കിൻ ബാരിയർ ഡാമേജ് ആയി എന്നുള്ളതാണ്. ജനറൽ പീപ്പിൾ ഒരു സ്കിൻ കെയറും ചെയ്യാതെ സ്കിൻ ബാരിയർ ഡാമേജ് ആയ ആൾക്കാരുണ്ട്. ഇതുപോലെ സ്കിൻ കെയർ ചെയ്തിട്ട് സ്കിൻ ബാരിയർ ഡാമേജ് ആയ ആൾക്കാരെ പറ്റി നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ അവരുടെ കാര്യം പ്രത്യേകമായിട്ട് പറഞ്ഞത്. സോ എന്താണ് സ്കിൻ ബാരിയർ നോക്കി, എങ്ങനെ സ്കിൻ ബാരിയർ ഡാമേജ് ആവുന്നുള്ളതിനെ പറ്റി പറഞ്ഞു. ഇനി ഇതെങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, ഇനി ബാരിയർ ഡാമേജ് ആയത് എങ്ങനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കിലോട്ട് പോവുക എന്നുള്ളതാണ്. അതായത് ബിഗിൻ ഫ്രം സ്റ്റാർട്ട്, അങ്ങനെ തന്നെ പറയാം. ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീൻ, അതായത് ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, വേറെ ഒന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ജസ്റ്റ് ഈ 3 സാധനങ്ങൾ യൂസ് ചെയ്യുക. സ്കിന്നിന് നമുക്ക് ആ സ്കിന്നിനെ പതുക്കെ നോർമലിലോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. അതിനുവേണ്ടി എന്തുകൊണ്ട് ഫേസ് വാഷ് സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ജെന്റിലായിട്ടുള്ള ഫേസ് വാഷുകൾ സെലക്ട് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കിന്നിന്റെ pH ബാലൻസ് ചെയ്യുന്ന ഫേസ് വാഷുകൾ സെലക്ട് ചെയ്യുക. അവിടെ പോയിട്ട് സ്കിൻ ബ്രൈറ്റനിങ് ആയിട്ടുള്ള വിറ്റാമിൻ സി ഫേസ് വാഷ്, ഓയിൽ പ്രൊഡ്യൂസ് കൺട്രോൾ ചെയ്യുന്ന സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ഒന്നുമല്ല, ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതിന് വേണ്ടിയിട്ട് കുറച്ച് റെക്കമെൻഡേഷൻസ് നോക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ മിനിമലിസ്റ്റിന്റെ ഓട്സ് ക്ലെൻസർ, സെറ്റാഫിലിന്റെ ജെന്റൽ ക്ലെൻസർ, സെബാമെഡിന്റെ ജെന്റൽ ക്ലെൻസർ, അല്ലെങ്കിൽ നമ്മുടെ സിമ്പിളിന്റെ കൈൻഡ് ടു സ്കിൻ ക്ലെൻസർ, ഇങ്ങനത്തെ ഏതെങ്കിലും ആയിട്ടുള്ള ജെന്റൽ ക്ലെൻസേഴ്സിലോട്ട് പോവുക എന്നുള്ളതാണ്. ഇതില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്രീമി ടെക്സ്റ്റുള്ള ഫ്രാഗ്രൻസ് ലെസ് ആയിട്ടുള്ള ക്ലെൻസേഴ്സ് യൂസ് ചെയ്താലും മതി. പക്ഷെ ഇത് നാലുമാണ് എൻ്റെ ടോപ്പ് പ്രയോറിറ്റി. നെക്സ്റ്റ് നമുക്ക് യൂസ് ചെയ്യേണ്ടതാണ് മോയ്സ്ചറൈസേഴ്സ്. മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ബാരിയർ റിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മോയ്സ്ചറൈസേഴ്സ് ആണ് നമുക്ക് ഇവിടെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. അതിനുവേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മോയ്സ്ചറൈസേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബയോഡേർമയുടെ ഡ്രൈ സ്കിന്നിന്റെ മോയ്സ്ചറൈസർ, നമ്മുടെ ഹൈഫന്റെ ഡ്രൈ സ്കിൻ മോയ്സ്ചറൈസേഴ്സ്, അതായത് പില്ലോ ക്രീം എന്ന് പറയുന്ന ആ ഒരു മോയ്സ്ചറൈസർ, സെറ്റാഫിലിന്റെ ഡ്രൈ സ്കിൻ മോയ്സ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമ്മുടെ മിനിമലിസ്റ്റ് പുതിയൊരു സെൻസിറ്റീവ് സ്കിൻ അല്ലെങ്കിൽ ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസർ ഇറക്കിയിട്ടുണ്ട്. പിങ്ക് കളറിലുള്ളത് വിറ്റാമിൻ ബിയോ അല്ലെങ്കിൽ നാസിനമൈഡ് അടങ്ങിയിട്ടുള്ള പിങ്ക് ആയിട്ടുള്ളതാണ്. പൊതുവി സാധനമാണ് ഇൻഗ്രീഡിയൻറ്റ് വൈസിൽ. അത് നിങ്ങൾക്ക് നോക്കാം. അതല്ലെങ്കിൽ വിത്തിൻ ബ്യൂട്ടിയുടെ ബാരിയർ റിപ്പയർ ക്രീം, ഫോർമുല എക്സിന്റെ ബാരിയർ റിപ്പയർ ക്രീം നല്ലൊരു ഓപ്ഷൻ. ഇനി നെക്സ്റ്റ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സ്കിൻ കുറച്ച് ഡള്ളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിലും നമുക്ക് അധികം മാറ്റ് ഫിനിഷ് സൺസ്ക്രീനിലോട്ട് പോകണ്ട. നമുക്ക് കുറച്ച് നല്ല സൺസ്ക്രീൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ പറയാം. ഡോട്ട് ആൻഡ് കീയുടെ ബ്ലൂ കളർ സൺസ്ക്രീൻ ആണ്, ഭയങ്കര കൂളിംഗ് സെൻസേഷൻ തരുന്ന ഒരു സൺസ്ക്രീൻ ആണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോർമുല എക്സിന്റെ ഒരു സൺസ്ക്രീൻ ഉണ്ട് ബ്ലാക്ക് കളർ, അത് യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സൺസ്ക്രീൻ ആണ് സെറ്റാഫിലിന്റെ തന്നെ സൺസ്ക്രീൻ നമുക്ക് യൂസ് ചെയ്യാം. കുറച്ച് ഓയിലി ടെക്സ്റ്റ് വരും, പക്ഷെ സ്കിൻ എക്സ്ട്രീംലി ഡ്രൈ ആയിരിക്കുന്നതുകൊണ്ട് നമുക്ക് അത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ ആണ്. നമ്മുടെ വിഷ് കെയറിന്റെ വിറ്റാമിൻ സി സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. കുറച്ച് ലിക്വിഡ് ടെക്സ്റ്റ്, പക്ഷെ ഡെഫിനറ്റ്ലി നമ്മുടെ സ്കിന്നൊന്ന് കാമാക്കി നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനത്തെ ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ ഡെഫിനറ്റ്ലി ഫോളോ അപ്പ്. ഇത് നാലുമായിരിക്കും എൻ്റെ ടോപ്പിക്കായിട്ട് ഞാൻ പറയുന്നത്. അതല്ല നിങ്ങൾ കുറച്ച് ഇന്റർനാഷണൽ ലെവലിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്യൂട്ടി ഓഫ് ജോസന്റെ സൺസ്ക്രീൻസ് 2 എണ്ണം ഉണ്ട്. രണ്ടും നല്ലൊരു ഓപ്ഷനാണ് ബാരിയർ സ്കിന്നിന് വേണ്ടി കീപ്പപ്പ് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ നമ്മളെ കോസറെക്സിന്റെ അലവേര അടങ്ങിയ സൺസ്ക്രീനും നല്ലൊരു ഓപ്ഷനാണ്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ നിങ്ങൾക്ക് പിക്ക് ചെയ്യാം. മാക്സിമം ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി. സൺസ്ക്രീൻ ഇതെന്താ പറയുന്ന അധികം ഭയങ്കരമായിട്ട് തിക്കാവാത്ത സൺസ്ക്രീൻ ആവാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അധികം ഫ്രാഗ്രൻസ് ഇല്ലാത്ത സൺസ്ക്രീൻ ആവാനും ശ്രദ്ധിക്കുക. മാറ്റ് ഫിനിഷ് അല്ലാത്ത സൺസ്ക്രീൻ ആവാനും ശ്രദ്ധിക്കുക. ബാക്കി ഏത് ടൈപ്പ് സൺസ്ക്രീൻ ആയാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡെഫിനറ്റ്ലി സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്ത വരുന്നൊരു ക്വസ്റ്റ്യൻ അറിയാം, നമുക്ക് ഡബിൾ ക്ലെൻസിങ്ങിന്റെ ആവശ്യമുണ്ടോ എന്ന്. ഡെഫിനറ്റ്ലി ഇപ്പം നമുക്ക് ഡബിൾ ക്ലെൻസിങ്ങിന്റെ ആവശ്യമില്ല. കാരണം ഡബിൾ ക്ലെൻസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നോർമലി പൊല്യൂഷൻസ് അതെല്ലാം എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സമയത്ത് നമ്മൾ സ്കിൻ ബാരിയർ കോംപ്രമൈസ്ഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഡബിൾ ക്ലെൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി സ്കിന്നിനെ വീണ്ടും കുറച്ചുകൂടെ ചിലപ്പോൾ ഇറിറ്റേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമുക്ക് ഡബിൾ ക്ലെൻസിങ്ങിനെ പറ്റി ചിന്തിക്കേ വേണ്ട. ഏറ്റവും ജെന്റിലായിട്ടുള്ള ഞാൻ പറഞ്ഞ പോലത്തെ ഏതെങ്കിലും ഒരു ക്രീമി ടെക്സ്റ്റുള്ള ഒരു ഫേസ് വാഷ് മാത്രം യൂസ് ചെയ്താൽ മതി. സാലിസിലിക് ആസിഡ്, വിറ്റാമിൻ സി അല്ല അങ്ങനത്തെ ക്ലെയിമുള്ള സൺസ്ക്രീൻസ് അല്ലേ, സ്കിൻ ബ്രൈറ്റനിങ് അങ്ങനത്തെ സൺസ്ക്രീൻ ഒന്നുമില്ല. ഏറ്റവും ജെന്റിലായിട്ടുള്ളൊരു ഫേസ് വാഷ് മാത്രം സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ നമുക്ക് ഡബിൾ ക്ലെൻസിങ്ങിന്റെ ആവശ്യമില്ല. ഈ വരുന്നൊരു ഡൗട്ട് എനിക്കറിയാം, സെൻസിറ്റീവ് സ്കിൻകാർക്ക് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഡബിൾ ക്ലെൻസിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് ബാരിയർ ഡാമേജ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറയുന്നില്ല. എപ്പോഴും ശ്രദ്ധിക്കുക, സെൻസിറ്റീവ് സ്കിൻകാർ വേറൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്, ബാരിയർ റിപ്പയർ വേറെയാണ്.
ബാരിയർ റിപ്പയർ എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് സ്കിന്നിന്റെ അണ്ടറിലും വരാം, പക്ഷെ നിങ്ങളുടെ എന്താ പറയുക എക്സസ് പുറത്തുള്ള സ്ട്രാറ്റം കോർണിയം എന്ന് പറഞ്ഞ പ്രൊട്ടക്റ്റീവ് ലെയർ കോംപ്രമൈസ്ഡ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത്. സെൻസിറ്റീവ് സ്കിൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിൻ ഇങ്ങനത്തെ പല ഇറിറ്റേഷൻസും പ്രോൺ ആണ്, പക്ഷെ ഇപ്പൊ ഇറിറ്റേറ്റഡ് അല്ല. നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ബാരിയർ ഒക്കെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ഓയിലൊന്നും അധികം സ്ട്രിപ്പ് ഔട്ട് ചെയ്യാത്ത പ്രൊഡക്റ്റുകൾ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതല്ല. നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ സ്ട്രാറ്റം കോർണിയം ഇൻടാക്റ്റ് ആണ്, അത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. ഇവിടെ നിങ്ങളുടെ സ്ട്രാറ്റം കോർണിയം ഇല്ല, നശിച്ചു പോയി. അതിന് നമ്മൾ ആ ഒരു വോൾ നമ്മൾ തിരിച്ച് കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലാണ്. സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡബിൾ ക്ലെൻസിങ് ആവശ്യമില്ലാത്തത്. ഇവിടെ നമുക്ക് ഡബിൾ ക്ലെൻസിങ് ആവശ്യമാണ്, കാരണം ആ ഓൾറെഡി സ്ട്രാറ്റം കോർണിയം നമുക്ക് അവിടെ ഉണ്ട്. അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും അതിനകത്ത് വേറെ ആക്നി സാധനങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡബിൾ ക്ലെൻസിങ് ആവശ്യമാണ്. ഇവിടെ ആ സാധനം ഇല്ല, അതുകൊണ്ടാണ് ഈ ആക്നിയൊക്കെ വരുന്നത്. അതുകൊണ്ട് നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഡബിൾ ക്ലെൻസിങ് വേണ്ട എന്ന് പറഞ്ഞത്. ഡൗട്ട് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടിട്ട് നമുക്ക് Q&A ആയിട്ട് ഷോർട്ടായിട്ട് ലോങ് ആയിട്ട് ചെയ്യും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്കിൻ ബാരിയർ ഡാമേജിനെ പറ്റിയിട്ടും അത് എന്താണ്, എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ പറ്റിയിട്ടുമാണ് പറഞ്ഞത്. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതിൽ എന്തെങ്കിലും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തോന്നിയാൽ കമന്റ് ബോക്സിൽ പറയാനും മറക്കണ്ട. പിന്നെ ഇതുപോലെ ആയിരുന്നെങ്കിൽ ഫ്രണ്ട്സിന് സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട. ഫാമിലി മെമ്പേഴ്സ് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലാണ് വരുന്നത്. നെക്സ്റ്റ് ചെയ്യാൻ വരുന്ന Q&A ആയിട്ടാണ് അത് പറക്കേണ്ടത്. അപ്പോൾ ഡൗട്ട്സിൽ പെട്ടെന്ന് കമന്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യാനും മറക്കണം. നമുക്ക് ലോങ് ആയിട്ട് ഷോർട്ടായിട്ട് Q&A ആയിട്ട് വെച്ച് ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ട്യൂസ്ഡേ വരുന്നത്. ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ബൈ.